എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ജൂൺ 20 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് HSA നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 2 വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായുള്ള talentgala.com ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. 2025-26 പൊതുവെ ഒരുപാട് എക്സാമുകൾ നടക്കാനുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും HSA എക്സാമുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇനി അതുപോലെ ബെബ്കോ, LDC തുടങ്ങിയ അനേകം എക്സാമുകൾ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി വളരെ പ്രധാനപ്പെട്ട 2 കാറ്റഗറികളിലെ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യവും അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരവും പ്രഖ്യാപിച്ചു. സോ ആരൊക്കെയാണ് അവാർഡ് ജേതാക്കൾ, ഏതൊക്കെയാണ് പുസ്തകവും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ആദ്യം നോക്കുന്നത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അത് ശ്രീജിത്ത് മൂത്തേടത്ത്. ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഓർത്തു വയ്ക്കുക, പെൻഗിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ശ്രീജിത്ത് മൂത്തേടത്തിന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇത് കൃത്യമായിട്ടുള്ള കാര്യം. പുസ്തകം ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട്, എഴുത്തുകാരനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് പെൻഗിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ചൊവ്വയിലെ അന്തേവാസിയായിട്ടുള്ള സാനിയ എന്ന് പറയുന്ന എന്താണ് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സാനിയയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അപ്പോൾ ചൊവ്വയിലെ അന്തേവാസിയായിട്ടുള്ള സാനിയയോടൊപ്പം എന്താണ് ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്ന കുട്ടികളും അവരുടെ എന്താണ് ആ ഒരു യാത്രയെ പറ്റിയിട്ടുള്ള രസകരമായ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഓർക്കാം. അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ ആരെ പറ്റി പറഞ്ഞു? ശ്രീജിത്ത് മൂത്തേടത്തിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അപ്പോൾ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ്? ഒന്ന് ആന അനാട്ടമി. എന്താണ് ആന അനാട്ടമി? ഇനി അതുപോലെ തന്നെ പൗർണമി മുതൽ പൗർണമി വരെ. എന്താണ് പൗർണമി മുതൽ പൗർണമി വരെ? അടുത്തത് പാലറ്റ്. എന്താണ് പാലറ്റ്? ഇനി അടുത്തത് ആഫ്രിക്കൻ തുമ്പികൾ. എന്താണ് ആഫ്രിക്കൻ തുമ്പികൾ? ഇനി അതുപോലെ തന്നെ അറിവ് മുറിവ്. എന്താണ് അറിവ് മുറിവ്? അതുപോലെ തന്നെ ചക്കരപ്പാടം, ഇനി കുരുവികളുടെ ലോകം. അപ്പോൾ ഇത്രയുമാണ് ആരുടെ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത്. ഇനി ഓർത്തു വെക്കേണ്ട കാര്യം, ഈ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരമാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 50,000. എത്രയാണ്? 50,000 രൂപയാണ്. അപ്പൊ അതുകൂടി ഓർക്കുക. അപ്പൊ ഇവിടെ എന്തായാലും 2025 ആണല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2023 24 കൂടി ഒന്ന് ഓർത്തെടുത്തിട്ട് പോവാം. അപ്പോൾ 2023 വരികയാണെങ്കിൽ 2023 പുരസ്കാരം എന്ന് പറയുന്നത് പ്രിയ AS. ആർക്കാണ്? പ്രിയ ASനാണ്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അതായത് പെരുമഴയത്തെ കുഞ്ഞിതലകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് ചെയ്തത് പ്രിയ ASന് പുരസ്കാരം ലഭിച്ചത്. ഇനി 2024 എന്താണ് ബാലസാഹിത്യ പുരസ്കാരം ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചോദിച്ചിട്ട് കൂടിയുണ്ട്. അതായത് LD ക്ലർക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് പുസ്തകത്തിനായിരുന്നു 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത്? അത് അൽഗോരിതങ്ങളുടെ നാട്. ഇതാണ് അൽഗോരിതങ്ങളുടെ നാടാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അൽഗോരിതങ്ങളുടെ നാട് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കുക. 2023 ഏതിനായിരുന്നു? അത് പെരുമഴയത്തെ കുഞ്ഞിതലകൾ എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു. ഇവിടെ എന്തായാലും നമ്മൾ അൽഗോരിതങ്ങളുടെ നാട് പറഞ്ഞല്ലേ. അപ്പൊ ആരാണ് ആ പുസ്തകം എഴുതിയത്? അത് ഉണ്ണി അമ്മയമ്പലം. ആരാണ്? ഉണ്ണി അമ്മയമ്പലമാണ്. സോ അതുകൂടി ഓർക്കുക. അപ്പൊ ഇവിടെ നമ്മൾ 2025 പുരസ്കാരം പറഞ്ഞു, ശ്രീജിത്ത് മൂത്തേടത്ത് പെൻഗിനുകളുടെ വൻകരയിൽ. ഇനി അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു.
ഇനി അടുത്ത പുരസ്കാരം, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം കേരളത്തിലെ യുവാക്കൾ ഒന്നടങ്കം ആവേശമാക്കിയ ഒരു പുസ്തകം, അതായത് PSC 2 തവണ ചോദിച്ചൊരു പുസ്തകം. ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ തന്നെ എഴുത്തുകാരനെ കിട്ടിക്കാണും അല്ലെ, അഖിൽ പി ധർമ്മജൻ. ആരാണ്? അഖിൽ പി ധർമ്മജൻ. സോ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ശരിക്കും പറഞ്ഞാൽ മലയാള ഭാഷകളാണ് കേട്ടോ. അപ്പൊ 2025 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജനാണ്. അത് കൃത്യമായിട്ട് ഓർക്കുക. പുസ്തകം ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി ആണ്. അതായത് റാം, ആനന്ദി, വെട്രി, മല്ലി തുടങ്ങി അനേകം ക്യാരക്ടറുകളൊക്കെ വരുന്ന എന്താണ് ഒരു നോവലാണ് എന്തെന്ന് പറയുന്നത്, റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിന്റെ പ്രൈസ് മണിയും എത്ര തന്നെയാണ്? 50,000. എത്രയാണ്? 50,000 ആണ് ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത്. കാരണം 2 തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പുസ്തകം എഴുതിയതാരാണ്, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി എന്തായാലും ഇവിടെ എന്ത് പറഞ്ഞു, അഖിൽ പി ധർമ്മജനെ പറ്റി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില രചനകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ അഖിൽ പി ധർമ്മജന്റെ മറ്റ് പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഓജോ ബോർഡ്. ഏതാണ്? ഓജോ ബോർഡ്. ഇനി അതുപോലെ തന്നെ മെർക്കുറി ഐലൻഡ്. ഏതാണ്? മെർക്കുറി ഐലൻഡ്. ഇനി അടുത്ത പുസ്തകം അടുത്തിടെ നമ്മൾ ചർച്ച ചെയ്ത പുസ്തകമാണ്. ഏതാണ്? രാത്രി 12 ശേഷം. ഏതാണ്? രാത്രി 12 ശേഷം. സോ ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും അഖിൽ പി ധർമ്മജന്റെ രചനകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞത് 2025 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരമാണ്. അത് കിട്ടിയത് അഖിൽ പി ധർമ്മജനാണ്. പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി 2024 23 കൂടെ നോക്കാം. അപ്പോൾ 24 വരികയാണെങ്കിൽ ശ്യാം കൃഷ്ണൻ. 2024 ആർക്കാണ്? ശ്യാം കൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയ്ക്കായിരുന്നു കഴിഞ്ഞ തവണ എന്ത് ലഭിച്ചത്, പുരസ്കാരം ലഭിച്ചത്. അതിന്റെ പേരെന്ന് പറയുന്നത് മീശക്കള്ളൻ. എന്താണ്? മീശക്കള്ളൻ. ഇനി 2023 വരികയാണെങ്കിൽ ഗണേഷ് പുത്തൂർ. ആർക്കാണ്? ഗണേഷ് പുത്തൂർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതയ്ക്കാണ് എന്ത് ചെയ്തത്, ലഭിച്ചത്. കവിതയുടെ പേരെന്ന് പറയുന്നത് അച്ഛന്റെ അലമാര. അപ്പോൾ ഗണേഷ് പുത്തൂറിന് 2023 24 ശ്യാം കൃഷ്ണനുമാണ്. 25 ആർക്കാണ്? അഖിൽ പി ധർമ്മജനാണ്. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരള ഹൈക്കോടതി നടത്തിയ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്ന പ്രസ്താവന നടത്തിയ കോടതി ഏതാണ്? അത് കേരള ഹൈക്കോടതി. അപ്പോൾ കേരള ഹൈക്കോടതി അടുത്തിടെ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന എന്താണ്? പെട്രോൾ പമ്പിലെ ശുചിമുറികൾ എന്ത് ചെയ്യാൻ പാടില്ല, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല എന്ന പ്രസ്താവന എന്ത് ചെയ്തിരിക്കുന്നു? കേരള ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ MCQ ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊരു ക്ലാരിറ്റി എന്തായാലും വരുത്താം. അതായത് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആറളം. ഏതാണ്? ആറളമാണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളമാണ്, കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ ഈ പോയിന്റ് ഓൾറെഡി ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേഷൻ എന്ന് എഴുതി വെക്കണം. കാരണം അതിലൊരു ക്ലാരിറ്റി വരുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. അതായത് വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ വെച്ച് എന്ത് ചെയ്തിരിക്കുന്നു? ആറളത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആക്കാനുള്ള തീരുമാനം എന്ത് ചെയ്തിരിക്കുന്നു? അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ഏതാണ്? ആറളമാണ്. ഇനി ഈ പറഞ്ഞ വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? അത് നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനായിരുന്നു. അപ്പൊ അതുകൂടി ഓർക്കാം. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി മാറ്റിവെച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാന ഉരകമായിട്ട് ചേരയെ പ്രഖ്യാപിക്കുന്ന കാര്യം. പക്ഷെ ആ കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ കാര്യം മാറ്റി വെച്ചിരിക്കുകയാണ്. അതായത് പിന്നീട് തീരുമാനിക്കുകയുള്ളൂ. സോ ആ സമയം നമ്മൾ എന്ത് ചെയ്യും? അത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി എവിടെയാണ്? ആറളത്താണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും വാർത്തകളിലൊക്കെ നിറഞ്ഞതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. കാര്യം ഇത് ഓൾറെഡി തന്നെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നവപുരം മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്താണ്? നവപുരം മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലാണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് പ്രാപ്പോയിൽ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ചതാണ് ഈ പറയുന്ന ദേവാലയം. അതായത് നവപുരം മതാതീത ദേവാലയം എന്ന് പറയുന്നത് പ്രാപ്പോയിൽ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ചൊരു ആരാധനാലയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഇവിടുത്തെ രസകരമായ കാര്യം ഇതാണ്. അവിടെ ആരാധിക്കുന്നത് പുസ്തകത്തെ. അപ്പൊ പുസ്തകത്തെ ആരാധിക്കുന്ന കേരളത്തിലെ ഒരു ആരാധനാലയമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നവപുരം മതാതീത ദേവാലയം എന്ന് പറയുന്നത്. ഇവിടുത്തെ വഴിപാടായിക്കോട്ടെ, അല്ലെങ്കിൽ ആ വഴിപാടിന്റെ പ്രസാദമായിക്കോട്ടെ, എല്ലാം എന്ത് തന്നെയാണ്? പുസ്തകം തന്നെയാണ്. വർഷത്തിൽ എന്ത് നടത്തും? 2 ഉത്സവങ്ങൾ നടത്തും. അപ്പൊ ആ സമയത്ത് വലിയ സാഹിത്യ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള എന്താണ് നവപുരം മതാതീത ദേവാലയം എന്ത് ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് വീണ്ടും നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജൂൺ 19 പ്രത്യേകത അല്ലെ. ജൂൺ 19 എന്ന് പറയുന്നത്
എന്താണ്? ദേശീയ വായനാ ദിനമാണ്. എന്താണ്? വായനാ ദിനമാണ്. അതായത് PN പണിക്കരുടെ ചരമദിനം എന്തായിട്ട് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. സോ അതോടനുബന്ധിച്ചൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഒരു വായനയുടെ മഹത്വത്തെ പറ്റിയൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്ഷേത്രം നിറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ്? അത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ തൃശൂർ സുവോളജിക്കൽ പാർക്ക്. എന്താണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ്. ഇനി അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൃഗശാലയും ഇത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഇത് പ്രവർത്തനം ആരംഭിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രകാരം 2025 സെപ്റ്റംബറിൽ എന്ത് ചെയ്യും, ഇത് പ്രവർത്തനം ആരംഭിക്കും. അപ്പോ 2025 സെപ്റ്റംബർ മുതൽ എന്ത് ചെയ്യുന്നു, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ത് ചെയ്യും, പ്രവർത്തനം ആരംഭിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പൊ ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഇനി അടുത്തൊരു പുസ്തകത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാനുള്ളത്. അതായത് ബ്രാൻഡഡ് ബട്ടൂര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അപ്പൊ ഏതാണ് പുസ്തകം? ബ്രാൻഡഡ് ബട്ടൂര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മനു രമാകാന്ത്. ആരാണ്? മനു രമാകാന്ത് ആണ് ബ്രാൻഡഡ് ബട്ടൂര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർക്കുക. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നമുക്കറിയാം പല രാജ്യങ്ങളിലും യുദ്ധങ്ങൾ നടക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താണ് അവിടെ ചില പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. സോ ആ സമയത്തൊക്കെ ആ രാജ്യങ്ങളിൽ എന്താണ് ചില ഇന്ത്യക്കാരുണ്ടാവും അല്ലെ, ഇനി അതുപോലെ തന്നെ ആ രാജ്യത്തെ പൗരന്മാർ കാണും. സോ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു രക്ഷാപ്രവർത്തനം അവിടെ എന്ത് ചെയ്യും, നടത്തും. അപ്പോൾ അത് പ്രധാനമായും യുദ്ധങ്ങളുടെ സമയത്തായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തായിരിക്കാം. സോ റീസെന്റ് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നു. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇറാൻ ഇസ്രായേൽ സംഘർഷം നമുക്കറിയാം, ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് നമുക്ക് അതാ കേൾക്കാനുള്ളൂ അല്ലെ. അപ്പോൾ ആ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ട് ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻ. അപ്പൊ എന്താണ്? ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സിന്ധു. എന്താണ്? ഓപ്പറേഷൻ സിന്ധു. കൃത്യമായിട്ട് ഓർക്കുക, ഓപ്പറേഷൻ സിന്ധു ആണ് എന്നത് പറയുന്നത് ഇറാനിൽ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ, നമ്മൾ അടുത്തിടെ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യ എന്തിനു നടത്തിയതാണ്? ഇതൊരു സൈനിക നടപടിയാണ്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ആ പേര് എന്താണെന്ന് നിർദ്ദേശിച്ച നരേന്ദ്രമോദിയാണ്. അതായത് ഈ പഹൽഗാമിൽ എന്താണ് ഒരുപാട് സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്താണ് അവരുടെ ആ സിന്ദൂരത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേര് ഏതിന്, ആ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രത്യാക്രമണത്തിന് ഇന്ത്യ നൽകിയത്. ഇവിടെ ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് എന്താണ്, ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് പേരുകൾ കൂടി ഒന്ന് എന്താണ് നമുക്കൊന്ന് ഓർത്തെടുത്തിട്ട് പോവാം. ഒന്ന് ഓപ്പറേഷൻ ബ്രഹ്മ. എന്താണ്? ബ്രഹ്മ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, ഒരു രക്ഷാദൗത്യം ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? മ്യാൻമറിലാണ്. അതായത് ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇന്ദ്രാവതി. എന്താണ്? ഇന്ദ്രാവതി, ഓപ്പറേഷൻ ഇന്ദ്രാവതി. എവിടെയാണ്? ഹെയ്ത്തിയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. അതായത് അവിടെ കലാപം നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് വാറിന്റെ സമയത്ത് അവിടെ കുടുങ്ങി ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ഏതാണ്? അജയ്. അത് PSC ചോദിച്ചതാണ്. അപ്പോൾ ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഹമാസ് വാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ സമയത്ത് ഓപ്പറേഷൻ ഗംഗ, അതുപോലെ തന്നെ സുഡാനിലെ കലാപം നടക്കുന്ന സമയത്ത് കാവേരി, ഇനി അതുപോലെ തന്നെ മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച എവിടെയാണ്? മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം കരുണ. അപ്പോൾ ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ റീസെന്റ് ആയിട്ട്, അതായത് ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഇങ്ങനെ കുറച്ച് എന്താണ് ഓപ്പറേഷനുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഓപ്പറേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓൾറെഡി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരൊന്ന് കാണുക. അപ്പൊ അത് കണ്ടവർ അതിനൊപ്പം എന്ത് ചെയ്യുക, ഓപ്പറേഷൻ സിന്ദൂറും കൂടെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അടുത്തിടെ ട്രംപിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട മൊബൈൽ കമ്പനി ഏതെന്നാണ്. അത് ട്രംപ് മൊബൈൽ എന്നാണ്. ഇനി ഇതിന് പുറമെ തന്നെ T1 മൊബൈൽ എന്ന് പറയുന്ന എന്താണ് ഒരു മോഡൽ കൂടി അവർ പുറത്തിറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സോ കൃത്യമായിട്ട് ഓർക്കുക, അടുത്തിടെ ട്രംപിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട മൊബൈൽ കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്, ട്രംപ് മൊബൈൽ.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേൽ കൊണ്ടുവന്ന പ്രതിരോധ സംവിധാനം ഏതാണ്? അത് ലൈറ്റ്നിങ് ഷീൽഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഈ ലൈറ്റ്നിങ് ഷീൽഡിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ബരാഗ് മഗെയിൻ. എന്താണ്? ബരാഗ് മഗെയിൻ എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രതിരോധ സംവിധാനം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, ലൈറ്റ്നിങ് ഷീൽഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നത് ഏത് രാജ്യമാണ്? ഇസ്രായേലാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായിട്ടാണ്. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രോബാത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഓൾറെഡി തന്നെ നമ്മുടെ ഡെയിലി ക്ലാസ്സുകളിലും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ PSLV പറ്റി നമ്മൾ ചെയ്ത സമയത്ത് പ്രോബാത്രിയെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പ്രോബാത്രിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് പ്രോബാത്രി ബഹിരാകാശത്ത് ആദ്യത്തെ കൃത്രിമ സൂര്യഗ്രഹണം എന്ത് ചെയ്തിരിക്കുകയാണ്? സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രോബാത്രി ബഹിരാകാശത്ത് ആദ്യത്തെ കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബാത്രി വിക്ഷേപിച്ചത് എന്നാണ്? അത് 2024 ലോക മണ്ണ് ദിനം എന്നാണ്, December 5. അപ്പോ 2024 December 5-നാണ് പ്രോബാത്രി വിക്ഷേപിച്ചത്. ഏതായിരുന്നു വിക്ഷേപണ വാഹനം? PSLV. ഏതാണ്? PSLV C-59 എന്ത് ചെയ്ത? വിക്ഷേപിച്ചത്. അതുകൂടി ഓർക്കുക. എവിടെ നിന്ന് വിക്ഷേപിച്ചു? ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇനി ഈ പറയുന്ന പ്രോബാത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ആണോ? അല്ല, അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റ് ആണ്. എന്തെന്ന് പറയുന്നത്? പ്രോബാത്രി എന്ന് പറയുന്നത്. അതായത് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സൂര്യന്റെ കൊറോണ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. ഈ കൊറോണയെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സൂര്യഗ്രഹണം സംഭവിക്കണം. അത് എപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു പ്രോബാത്രിയുടെ ലക്ഷ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു? ആദ്യത്തെ കൃത്രിമ സൂര്യഗ്രഹണം എന്ത് ചെയ്തു? പ്രോബാത്രി ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ സഹായിച്ച 2 ഉപഗ്രഹങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കൊറോണാഗ്രാഫ്. എന്താണ്? കൊറോണാഗ്രാഫ്. ഇനി അതുപോലെ തന്നെ ഒക്യുൾട്ടർ. ഏതാണ്? ഒക്യുൾട്ടർ. അപ്പൊ ഈ കൊറോണാഗ്രാഫും ഒക്യുൾട്ടർ എന്നീ 2 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു കൃത്രിമ സൂര്യഗ്രഹണം എന്ത് ചെയ്തത്? സാധ്യമാക്കിയത്. അപ്പൊ അതുകൂടി ഓർക്കുക. പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്? പ്രോബാത്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, കൊച്ചി ടസ്കേഴ്സിന് 538 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള ആർബിട്രൽ ട്രിബ്യൂണലിന്റെ തീരുമാനം ഏത് കോടതിയാണ് ശരിവെച്ചത്? അപ്പൊ എന്താണ്? കൊച്ചി ടസ്കേഴ്സിന് 538 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള ആർബിട്രൽ ട്രിബ്യൂണലിന്റെ തീരുമാനം ശരിവെച്ച കോടതി ഏതാണ്? അത് ബോംബെ ഹൈക്കോടതിയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ റീസെന്റ് ആയിട്ട് വളരെയധികം ട്രെൻഡിങ് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊച്ചി ടസ്കേഴ്സ് എന്നാണ് IPL, ഏത് സീസണിലാണ് IPL കളിച്ചത്? നമുക്കറിയാം ഒരു IPL ടീമായിരുന്നു, കേരളത്തിന്റെ സ്വന്തം IPL ടീമായിരുന്നു. പക്ഷെ ഒരു സീസൺ മാത്രമേ അവരെ കളിച്ചുള്ളൂ. ഏതാണ് സീസൺ? 2011. കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും 2011 സീസണിൽ IPL കളിച്ച ടീമാണ് എന്ന് പറയുന്നത് കൊച്ചി ടസ്കേഴ്സ്. പക്ഷെ പിന്നീട് അവർ എന്ത് ചെയ്തിരുന്നു? വിലക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ അവർക്ക് എന്താണ്? 538 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള ആർബിട്രൽ ട്രിബ്യൂണലിന്റെ തീരുമാനത്തെ ഏത് കോടതി? ബോംബെ ഹൈക്കോടതി എന്ത് ചെയ്തിരിക്കുന്നു? ശരിവച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു വിയോഗമാണ്. അതായത് 2025 ജൂണിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇറാനിയൻ കവയത്രി ആരാണ്? ഇതാണ് 2025 ജൂണിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇറാനിയൻ കവയത്രി ആരാണ്? അത് പർണിയ അബ്ബാസി. ആരാണ്? പർണിയ അബ്ബാസിയാണ്. സോ ഈ ഒരു പേര് കൂടി അപ്ഡേറ്റ് ചെയ്യും. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് RRB ഗ്രൂപ്പ് ഡി റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കി അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും Amazon, Flipkart, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com-ലും ഈ ഒരു റാങ്ക് ഫെയിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത് എന്തായിരുന്നു? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ 2025 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ്? ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. അദ്ദേഹത്തിന്റെ ഏതാണ് പുസ്തകം? പെൻഗിനുകളുടെ വൻകരയിൽ. ഇനി അടുത്തത് 2025 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജനാണ്. ഏതാണ് പുസ്തകം? റാം കെയർ ഓഫ് ആനന്ദി. എന്തായാലും ഇതാരും എന്തെയില്ല മറക്കില്ല. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു? പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്ന പ്രസ്താവന നടത്തിയ കോടതി ഏതാണ്? ഇത് കേരള ഹൈക്കോടതിയാണ്. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പൊ അതിലൊരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. ഏതാണ്? ആറളമാണ്. പക്ഷേ സംസ്ഥാന ഉരകമായിട്ട് ചേരയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനം എടുത്തിട്ടില്ല. ഇനി അതിനുശേഷം പറഞ്ഞത് നവപുരം മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വായനാ ദിനമൊക്കെ അല്ലേ. അപ്പൊ അതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയ ഒരു ആരാധനാലയമാണ്. അപ്പൊ ഇവിടെ ബുക്കിനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ അതൊക്കെ ഓർത്തു വയ്ക്കുക. അത് കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതിനുശേഷം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല
മൃഗശാല ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അഥവാ തൃശൂർ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം 2025 സെപ്റ്റംബറിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നു. ഇനി അതിനുശേഷം ഒരു പുസ്തകം പറഞ്ഞു, അതായത് ബ്രാൻഡഡ് ബട്ടൂര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അത് മനു രമാകാന്ത്. ആരാണ്? മനു രമാകാന്ത് ആണ്. അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഓപ്പറേഷൻ സിന്ധു. കൃത്യമായിട്ട് ഓർക്കുക, ഓപ്പറേഷൻ സിന്ധു. ഒരിക്കലും പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. സിന്ധൂർ എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമാണ് എന്തെന്ന് പറയുന്നത്? സിന്ധൂർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ആണ്. കാരണം ഇത് രണ്ടും റീസെന്റ് ആയി നടന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഉറപ്പായും ചോദിക്കുന്നുണ്ടാവും. ഇനി അതിനുശേഷം പറഞ്ഞത് അടുത്തിടെ ട്രംപിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട മൊബൈൽ കമ്പനി ഏതാണെന്ന് പറഞ്ഞു. അത് ട്രംപ് മൊബൈൽ. ഏതാണ്? ട്രംപ് മൊബൈലാണ്. ഇനി അതിനുശേഷം പറഞ്ഞു ഒരു പ്രതിരോധ സംവിധാനമാണ്, അതായത് ഇറാന്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേൽ കൊണ്ടുവന്ന പ്രതിരോധ സംവിധാനം ഏതാണ്? ലൈറ്റ്നിങ് ഷീൽഡ്. ഏതാണ്? ലൈറ്റ്നിങ് ഷീൽഡ് ആണ്. ഇനി അതിനുശേഷം പറഞ്ഞ് നമ്മുടെ പ്രോബാ-3യുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അതായത് പ്രോബാ-3 ബഹിരാകാശത്ത് ആദ്യത്തെ കൃത്രിമ സൂര്യഗ്രഹണം എന്ത് ചെയ്തു? സൃഷ്ടിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ പ്രോബാ-3യുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് കൊച്ചി ടസ്കേഴ്സിന് 538 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള ആർബിട്രൽ ട്രിബ്യൂണലിന്റെ തീരുമാനം ശരിവെച്ച കോടതി ഏതാണ്? അത് ബോംബെ ഹൈക്കോടതിയാണ്. ഇനി അതിനുശേഷം ഒരു വിയോഗമാണ് പറഞ്ഞത്, അതായത് 2025 ജൂണിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇറാനിയൻ കവയത്രി ആരാണെന്ന് പറഞ്ഞു? പർണിയ അബ്ബാസി. ആരാണ്? പർണിയ അബ്ബാസി ആണ്. ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 ജൂണിൽ സൈപ്രസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മെക്കാരിയോസ് 3 ലഭിച്ചത് ആർക്കെന്നാണ്? അപ്പോൾ അതിന്റെ ശരി ഓപ്ഷൻ എ ദ്രൗപദി മുർമു, ബി നരേന്ദ്രമോദി, സി എസ് ജയശങ്കർ, ഡി അമിത്ഷാ. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2025 കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മാക്സ് വെർസ്റ്റപ്പൻ, ഓപ്ഷൻ ബി ഓസ്കാർ പിയാസ്ട്രി, ഓപ്ഷൻ സി ജോർജ് റസൽ, ഓപ്ഷൻ ഡി ചാൾസ് ലെക്ലർക്ക്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 UN വുമൺ പുറത്തുവിട്ട ഫാക്ട് ഷീറ്റ് പ്രകാരം വനിതാ ക്യാബിനറ്റ് മന്ത്രിമാരുടെ പങ്കാളിത്തം കൂടിയ മന്ത്രിസഭ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നിക്കരാഗ്വ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി ഇതിലെന്താണ്? ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ എത്രാമതാണ്? 174ാമതാണ്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. നമുക്കറിയാം ഇന്ത്യയിലെ ക്യാബിനറ്റിൽ ആകെ 2 വനിതാ മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. ഇനി 2ാം സ്ഥാനത്ത് ഫിൻലാൻഡും 3ാം സ്ഥാനത്ത് ഐസ്ലൻഡുമാണ്. അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു അല്ലെ. ഇപ്പോൾ അതിലൊരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഏതാണ്? ആറളമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ജൂൺ 20-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.